യെസ്, കേൾക്കുന്നുണ്ടല്ലേ? അപ്പോ സ്നേഹമുള്ള രക്ഷിതാക്കളെ, എല്ലാവർക്കും സ്കിൽ ക്രിയേറ്ററിന്റെ ഒരു ഫ്രീ പാരന്റിംഗ് വെബിനാറിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഈ ഒരു സമയത്ത് ഇപ്പൊ നോമ്പിന്റെ സമയമാണ്. അതുപോലെ തന്നെ പല പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സന്ദർഭം കുറച്ചുകൂടി തിരക്കുള്ള ഒരു സമയമൊക്കെ ആയിരിക്കും നോമ്പ് തുറന്നിട്ട്. അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഫ്രീ ആയിട്ടുള്ള സമയമായിരിക്കും. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഈ ഒരു സമയം എന്ത് തന്നെ ആയിരുന്നാലും ഈ ഒരു ഫ്രീ വെബിനാറിന് വേണ്ടിയിട്ട് നമ്മൾ അധികം നീട്ടി വെക്കാതെ ഈ സമയത്തേക്ക് തന്നെ സെലക്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു വിഷയത്തിന്റെ പ്രാധാന്യവും ഇത് ഒരല്പസമയമാണെങ്കിലും അത്രയും പ്രാധാന്യത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ ഇതിനു വേണ്ടി എഫേർട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എൻ്റെ പ്രിയം നിറഞ്ഞ എല്ലാ രക്ഷിതാക്കൾക്കും ഒരിക്കൽ കൂടി സ്കിൽ ക്രാഡിൽ നടത്തുന്ന ഫ്രീ പാരന്റിംഗ് വെബിനാറിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം നേരുകയാണ്. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. അപ്പൊ പറ്റുന്ന ആളുകള് വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് ഓൺ ചെയ്യാം. അവര് കുറച്ചുകൂടി എനിക്ക് ശ്രദ്ധ കിട്ടാനും നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യാനൊക്കെ സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് ലെവൽ ആവാനൊക്കെ നന്നാവും. അതുകൊണ്ട് പറ്റുന്ന ആളുകൾ ആ ഒരു രൂപത്തിലാവും കേട്ടോ. ശരി, നമുക്ക് നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും പ്രതീക്ഷയുള്ളതും നമുക്ക് ഏറ്റവും സന്തോഷമുള്ളതും നമ്മൾ വലിയ സ്വപ്നങ്ങൾ കാണുന്നതുമാണ് നമ്മുടെ മക്കൾ. അപ്പോ ഒരു തലമുറ രൂപപ്പെടുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വീട്ടിനകത്തു നിന്നും ഓരോ മാതാവും പിതാവും അവരവരുടെ മക്കളെ വളർത്തുന്നതിന്റെ ഗുണം എത്രമാത്രമുണ്ടോ അതിനനുസരിച്ചാണ് ഒരു തലമുറ ഏറ്റവും നന്നായിട്ട് സൃഷ്ടിക്കപ്പെടുന്നത്. ഇവിടെ നമുക്കറിയാം, ഒരു രക്ഷിതാവും അവരവരുടെ മക്കൾ മോശപ്പെട്ടവരായി തീരാൻ വേണ്ടിയിട്ട് എവിടെയും എന്ത് ചെയ്യുന്നില്ല, പ്രത്യേകം അവരെ മോശക്കാരാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാരന്റിങ് ഒന്നും എവിടെയും നടത്തുന്നില്ല. എത്ര മോശപ്പെട്ട സാഹചര്യത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അമ്മയും അച്ഛനും ഉമ്മയും ഉപ്പയും ആവട്ടെ, അവരവരുടെ കാര്യം മറന്നുകൊണ്ട് മക്കളുടെ വിഷയത്തിലേക്ക് എത്തുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് ഞങ്ങളെപ്പോലെ ആവരുത് എൻ്റെ മക്കൾ, ഞങ്ങളുടെ മക്കൾ ഞങ്ങളെപ്പോലെ ആവരുത്, ഞങ്ങളോ ഇങ്ങനെയൊരു സാഹചര്യത്തിലായി, അവരേറ്റവും നന്നായിട്ട് വളരണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഒരു കുഞ്ഞ് പിറന്നു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളെയൊക്കെ കാണാൻ പോവല്ലേ. അപ്പോ നിങ്ങൾ എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ, ഇന്ന സ്ഥലത്ത് നമ്മുടെ അയൽപ്പക്കത്ത് ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരാൾ പ്രസവിച്ചിട്ടുണ്ട്. അപ്പോ നമ്മൾ അയൽവാസിയുടെ കുട്ടിനെ കാണാൻ വേണ്ടി പോയി. അപ്പോ കുട്ടി എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോ ആ കുട്ടി ആൺകുട്ടിയാണോന്നോ അല്ലെങ്കിൽ പെൺകുട്ടിയാണോ, രണ്ടാലൊന്നാണ് പറയാം. അതല്ലാതെ കുട്ടിനെ കണ്ട് കുട്ടി സ്വഭാവം വളരെ മോശമാണ്, കുട്ടി പോക്കാണ്, കുട്ടി ഒരു കള്ളനാണ്, കുട്ടി ഒരു വൃത്തികെട്ട സ്വഭാവത്തിന്റെ ഉടമയാണ്, ഇങ്ങനെ കുട്ടിയുടെ സ്വഭാവത്തെ സംബന്ധമായിട്ട് ആരും ഒന്നും പറയാറില്ല, എവിടെയും പറയാറില്ല. ശരിയല്ലേ? പിന്നെ ശാരീരികമായ കാര്യങ്ങൾ ചിലർ പറയും, തടിച്ചിട്ടാണ്, മെലിഞ്ഞിട്ടാണ്, അങ്ങനെയുള്ളതൊക്കെ പറയാം. പക്ഷേ കുട്ടിയുടെ സ്വഭാവം എല്ലാ മക്കളും എവിടെ ജനിച്ചാലും എല്ലാവരുടെ സ്വഭാവം അവിടെ ഒരു വൈറ്റ് പേപ്പർ പോലെ അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഇവിടെ നമ്മളെ മടിയിലേക്ക് വീഴുന്ന, നമുക്ക് കിട്ടുന്ന, നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന 1000 മുത്തം കൊടുത്ത് നമ്മൾ വളർത്തുന്ന നമ്മുടെ മക്കൾ എപ്പോൾ മുതലാണ് നമ്മുടെ മക്കളോട് നമ്മളൊരു എതിരായി തീരുന്നത്? അതൊന്ന് നിങ്ങൾക്കൊന്ന് ടൈപ്പ് ചെയ്യാമോ?
എപ്പോഴും മുതലാണ് ഒരു കുട്ടിക്ക് നമുക്കൊരു പ്രശ്നമാണ് കുട്ടി എന്ന് ഒരു പാരന്റ്സ് പലപ്പോഴും പറയുന്നത് എപ്പോഴും മുതലായിരിക്കും? ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. നിങ്ങളുടെ ഒരു റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം പറയും. എന്ന് മുതലാണ് നമുക്ക് കുട്ടിയുമായിട്ടൊരു ഒരു മാതാവും പിതാവും വഴക്ക് തുടങ്ങുന്നത്, പ്രശ്നം തുടങ്ങുന്നത്, സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നം തുടങ്ങുന്നത് എത്ര മുതലായിരിക്കും? ഏത് വയസ്സ് മുതലായിരിക്കും? ആർക്കും പറയാം. നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം, വോയിസ് ആയിട്ട് പറയാം, ഇങ്ങനെയും പറയാം. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല എല്ലാവർക്കും? ഞാൻ അങ്ങനെ ഇതിൽ കുറെ ആളുകൾ ഞാൻ കാണുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, നിങ്ങൾക്ക് പറ്റുന്ന ആളുകളാണെങ്കിൽ വീഡിയോ ഓൺ ആക്കിയിട്ടിരിക്കാം. എനിക്ക് ഇന്ററാക്ട് ചെയ്യാൻ കുറച്ചുകൂടി ഇതായിരിക്കും. നമ്മളൊരു കുറച്ചുകൂടി എന്താ പറയാ, ഒരു വൺ വേ ടോക്കിന്റെ അപ്പുറത്തേക്ക് നമുക്ക് പിന്നെ ഷാനിത പറഞ്ഞു 5-7 വയസ്സ് മുതൽ അല്ലേ, ഫ്രം ദി ഏജ് ഓഫ് 6th അല്ലെ? യെസ് വി ക്യാൻ ഹിയർ. ഓക്കെ ഓക്കെ, അടിപൊളി. അപ്പൊ ചെറിയ പ്രായത്തിലാവുമ്പോ, അതായത് നമ്മളെ മടിയിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ കുട്ടികളോട് നമുക്ക് ഒരിക്കലും വഴക്ക് വരുന്നില്ല, ദേഷ്യം വരുന്നില്ല. ഒരു 5 വയസ്സൊക്കെ ആവുമ്പോ പറഞ്ഞു, 5 വയസ്സ് 6 വയസ്സ്, ചിലപ്പോ പിന്നെ 4 വയസ്സ്, അതായത് കുട്ടിയുടെ ശൈശവം കഴിഞ്ഞ ധന്യ പറഞ്ഞു 6 മുതൽ 8 വയസ്സ് തുടങ്ങി നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോഴെന്ന് പറഞ്ഞു. അടിപൊളി അടിപൊളി, നല്ല റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അപ്പൊ നമ്മള് ഏത് മുതലും ചോദിച്ചു കഴിഞ്ഞാല് കുട്ടികളുടെ ശൈശവം വിട്ട് ബാല്യത്തിലേക്ക് പ്രവേശിക്കുന്നത് മുതൽ, ബാല്യം മുതൽ നമ്മൾ ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ തുടങ്ങി വരികയാണ്. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളുടെ ഒരു സൈക്കോളജി, കുട്ടികളുടെ ഒരു മനഃശാസ്ത്രം, എന്താണ് ഒരു കുട്ടി, ആ കുട്ടിയുടെ വളർച്ച എങ്ങനെയൊക്കെയാണ്, ഒരു കുട്ടിക്ക് എന്തൊക്കെയാണ് വളരുന്നത്, ഇത് ശരിക്കും ഒരു പാരന്റ്സിന് നല്ലൊരു ബോധ്യം ഉണ്ടായിരിക്കണം. ഞാൻ എന്റെ ക്ലാസ്സിന്റെ വളരെ കുറച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ധാരാളമായി നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ് പാരന്റിങ് എന്ന് പറയുന്നത്. ഒരു കുടുംബ വ്യവസ്ഥിതിയിൽ പോകുന്ന ഏതൊരാളും പാരന്റിങ് അറിഞ്ഞു ചെയ്യുന്നതും അറിയാതെ നമുക്ക് ഇങ്ങനെ കിട്ടിയത്, നമ്മളെ അച്ഛനമ്മമാരിൽ നിന്ന് ഉമ്മമാരിൽ നിന്ന് കിട്ടിയത് കൈമാറി പോകുന്നതും, നമ്മളെ മനസ്സിലാക്കിയിട്ട് കുട്ടിയെ കൂടി മനസ്സിലാക്കിയിട്ട് പാരന്റിങ് ചെയ്യുന്നതും വളരെ വലിയ വ്യത്യാസമുണ്ട്. മറ്റത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ ശൈശവം കഴിഞ്ഞ് ബാല്യത്തിൽ എത്തുമ്പോൾ കുട്ടിയുടെ ഇമോഷൻ നമ്മളായിട്ട് എതിരായി വരുന്ന പല പ്രശ്നങ്ങളും വരും. അപ്പൊ നമ്മളെ ഇമോഷൻ വെച്ചിട്ട് കുട്ടിയായിട്ട് നമ്മൾ തർക്കിക്കാൻ തുടങ്ങും. അങ്ങനെ കുട്ടിയെ മനസ്സിലാക്കാതെ നമ്മൾ നമ്മളുടേതായ ചിന്തകൾ കുട്ടികളിലൂടെ അടിച്ചേൽപ്പിക്കുന്ന അവസ്ഥ വരുമ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത്, കുട്ടികളായിട്ട് നമ്മൾ ക്ലാഷ് വരുന്നത്. അപ്പൊ നമ്മൾ കുട്ടിയെ ശരിക്കും ഉൾക്കൊള്ളണം, കുട്ടികളെ ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. അതിനാണ് ചൈൽഡ് സൈക്കോളജി നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഭയങ്കര തിയററ്റിക്കലായിട്ട് ഭയങ്കര മനസ്സിലാക്കുന്നില്ല. ഒരു കുട്ടി ജനിക്കുമ്പോൾ കുട്ടിയുടെ ബ്രെയിൻ വളർച്ച വളരെ അല്ലെ, ആ ജനിക്കുന്ന സമയത്ത് ഒരു കുട്ടിന്റെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു 330 340 ഗ്രാമേ കുട്ടിയുടെ ബ്രെയിന് വളർച്ചയായിട്ടുള്ളൂ, അതിന്റെ തൂക്കമുള്ളൂ, ബ്രെയിനിന്റെ തൂക്കം അത്രയേ ഉള്ളൂ. ശരീരത്തിന്റെ തൂക്കം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇതിനും എന്റെ തലച്ചോറിനകത്തുള്ള ആ തൂക്കം എന്ന് പറഞ്ഞാൽ തലച്ചോറിന്റെ തൂക്കം 340 ഗ്രാമാണ്. പിന്നീട് കുട്ടിയുടെ വളർച്ചയിൽ പിന്നെ ഒരു ടീനേജ് കഴിഞ്ഞ് അവിടെ കുറച്ചത് കഴിയുമ്പോഴേക്കും അത് 1000 സംതിങ്ങിന്റെ അടുത്തേക്ക് പെട്ടെന്ന് ആ വളർച്ച, ബ്രെയിൻ വളർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുട്ടിയുടെ ശാരീരികമായ വളർച്ചകൾ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അമ്മമാരായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ ശാരീരിക വളർച്ച എന്ന് പറയുന്നത് നമുക്ക് അറിയാൻ പറ്റും, ഇത്ര വയസ്സിൽ ഇത്ര എന്നെ രൂപ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതിന് വേണ്ട പോഷണമൊക്കെ നമ്മൾ കൊടുക്കും ചെയ്യും അല്ലെ. കുട്ടിയുടെ ശരീരത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുക്കും. ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ എന്തൊരു ഔത്സുക്യമാണ് നമുക്ക്, എന്തൊരു താല്പര്യമാണ് നമുക്ക്. പക്ഷെ കുട്ടിയുടെ മാനസികമായ പോഷണം എന്ന് പറഞ്ഞാൽ, മനസ്സിന് നല്ല വിശപ്പുണ്ട് ഒരു കുട്ടിക്ക്. ജനിച്ചു വീണ കുട്ടിക്ക് ലോജിക്ക്, ഞാൻ പറഞ്ഞില്ല, ബ്രെയിനിന്റെ കുറഞ്ഞ വളർച്ചയുള്ളൂ. ആ ബ്രെയിൻ വളർച്ച പിന്നെ പതിയെ വളർന്നു വന്നു. അതുപോലെ കുട്ടിയുടെ ബുദ്ധിപരമായ വികാസം പതിയാണ് സംഭവിക്കുന്നത്. ലോജിക്ക് കുറവാണ്. പക്ഷെ ഇമോഷൻ ഉണ്ട് കുട്ടിക്ക്. ഇമോഷൻ എന്ന് പറഞ്ഞാൽ വികാരം എന്ന് പറയും. എന്താ വൈകാരിക തലം? വൈകാരിക തലം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ജനിച്ചു കഴിയുമ്പോൾ ആ കുട്ടിയുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ, കുട്ടിയുടെ വ്യക്തിപരമായ ആവശ്യം എന്ന് പറഞ്ഞാൽ ജനിച്ച കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആവശ്യം വിശപ്പാണ്. പാല് കുടിക്കണം,
എന്നുള്ളത്. പിന്നെ എന്തെങ്കിലും ഡിസ്കംഫേർട്ട് ഉണ്ടാവുക, എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാകുക, വേദന ഉണ്ടാകുക, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ അതിനെ പ്രതികരിക്കുന്നത്, അത് ഉണ്ടെന്ന് അറിയിക്കുന്നത് കുട്ടി കരച്ചിലൂടെ. അതാണ് കുട്ടിയുടെ ആദ്യത്തെ ഇമോഷൻ, കരച്ചിലാണോന്ന്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഈ കരച്ചിൽ കഴിഞ്ഞ പിന്നെ ഉള്ളത് കുട്ടിക്ക് ടച്ചാണ്, സ്പർശനം. അപ്പൊ നമ്മള് ഒരു കുട്ടി ജനിച്ച കുട്ടിയെ ഉമ്മ മാറോട് ചേർത്ത് ഉമ്മയുടെ ആ ടച്ചിങ് ഹംഗറി എന്നാണ് ഇതിന് പറയാം. അത് ഏറ്റവും അധികം കിട്ടേണ്ട ഒരു സമയമാണ് ചെറുപ്പത്തിൽ. അതുകൊണ്ടാണ് കുട്ടിയെ തേച്ച് കുളിപ്പിക്കുന്നതും. ആ ടച്ചിങ് നന്നായിട്ട് ശരീരത്തിൽ നടക്കണം. കുട്ടിയെ തൊടുന്നു, ഉമ്മ വെക്കുന്നു, പിന്നെ മാറോട് ചേർത്ത് പിടിക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു ബോണ്ടിങ്ങും ഉമ്മയുമായിട്ട് കുട്ടിക്ക് ഉണ്ടാവും. ഏറ്റവും കൂടുതൽ ടച്ചിങ് അമ്മയോടാണല്ലോ ഉള്ളത്, മാതാവിനോടാണുള്ളത്. അതുകൊണ്ടാണ് ആ ബോണ്ടിങ് വളരെ കൃത്യമായിട്ട് വരുന്നത്. പിന്നെ അത് മാത്രമല്ല, കുട്ടിയുടെ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞത് ആ സമയത്തിൽ ഏത് പഞ്ചേന്ദ്രിയമാണ്? കണ്ണ്. കുട്ടിക്ക്, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ജനിച്ച കുട്ടിക്ക് കാഴ്ച ഉണ്ടാവോ? ശരിക്ക് കാണാൻ പറ്റുമോ ജനിച്ച കുട്ടിക്ക്? നിങ്ങളൊന്ന് പറയും. ഒന്നുകിൽ വോയിസിൽ പറയാം, അല്ലെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യാം, എന്ന് പറയാം. ജനിച്ച കുട്ടിക്ക് കാഴ്ച ഉണ്ടോ? ഇല്ല പറഞ്ഞു. ഉണ്ട് പറഞ്ഞു. നേരെ പറഞ്ഞു. ഇല്ല. അതായത് ജനിച്ച കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കാഴ്ച ഉണ്ട്, പക്ഷെ എന്തില്ല? കളേഴ്സുകൾ അറിയുന്ന, വ്യക്തമായിട്ടുള്ള ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള കാഴ്ചയല്ല. ഒരു നിഴൽ പോലെയുള്ള രൂപമാണ് അത്ര കാണുക എന്ന്. പിന്നെ ഒരു 6 മാസം കഴിഞ്ഞതിന്റെ ശേഷമാണ് ഈ പ്രപഞ്ചത്തിലുള്ള കളറുകൾ കണ്ട് ആ ഒരു കണ്ണും ഈ വെളിച്ചവും തമ്മിലുള്ള ഓരോ വസ്തുവിനെയും അതിന്റെ കളറോട് കൂടി ഇങ്ങനെ കാണാൻ തുടങ്ങുന്നത് അപ്പോഴാണ്. പക്ഷെ കുട്ടിയുടെ നിഴൽ, ആ മുഖം എപ്പോഴും കുട്ടി നോക്കുക മുഖത്തേക്കാണ്, അമ്മയുടെ മുഖത്തേക്കാണ് കുട്ടി നോക്കുക. കാരണം മാറോട് ചേർത്ത് വെക്കുമ്പോൾ കാഴ്ച ഇങ്ങനെ കാണുമ്പോൾ അവ കണ്ട് ആ മനസ്സിൽ കുട്ടിയുടെ കണ്ണിൽ കാണുന്ന നീൽ രൂപ, ആ മുഖം ശരിക്ക് കാണുന്നുണ്ട്. പക്ഷെ എങ്ങനെ കാണൂല? അത്ര വ്യക്തമായിട്ട് ആദ്യം ഉണ്ടാവില്ല. അതിങ്ങനെ പതിയെ പിന്നെ ഈ 5-6 മാസം കഴിയുന്നോറും പിന്നെ ആ അമ്മയുടെ മുഖം അത്ര മനസ്സിൽ പതിയാണ്. പിന്നെ ടച്ചിങ്ങും അങ്ങേയറ്റം കിട്ടുകയാണ്. ആ കുട്ടിയുടെ മാനസിക തലം എന്ന് പറയുന്നത് ശരീരത്തിന് കിട്ടേണ്ട എന്തൊക്കെ പോഷണങ്ങളുണ്ടോ അതേപോലെ ആവശ്യപ്പെടുന്ന ഒന്ന് കുട്ടിയുടെ മാനസികമായ തലമാണ്. ആ മാനസികമായ തലത്തിലേക്കാണ് ഉമ്മയുടെ എന്ത് കിട്ടുന്നത്? ടച്ചിങ് പോലും മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ചുംബനങ്ങളുണ്ട്. പിന്നെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കുട്ടിക്ക് വേണ്ട ഏറ്റവും വലിയ ഹങ്കർ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ റെക്കഗ്നേഷൻ ആണ്. കുട്ടിയെ അംഗീകരിക്കുക, കുട്ടിയെ ഉൾക്കൊള്ളുക. അപ്പം ആദ്യത്തിലൊക്കെ നമ്മൾ കുട്ടിയെ നന്നായിട്ട് ഉൾക്കൊള്ളുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷെ അത് ഈ ചെറുപ്പത്തിൽ പഞ്ചേന്ദ്രിയങ്ങൾ പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ലാത്ത സമയത്ത്, ഇപ്പൊ കണ്ണിന്റെ കാഴ്ച, കാത്, കേൾവിയാണല്ലോ. ഗർഭാശയത്തിലെ കേൾവി ഉണ്ട് കുട്ടിക്ക്. ഗർഭസ്ഥ ശിശുവായിരിക്കെ അമ്മയുടെ സംസാരം പൂർണ്ണമായും കുട്ടി കേൾക്കുന്നുണ്ട്. അത് എഫക്ട് ചെയ്യുന്നുണ്ട്. പുറത്തുള്ള ശബ്ദ കോലാഹലങ്ങൾ കുട്ടിയെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ആ കുട്ടി എന്നിട്ട് എന്ത് ചെയ്യാണ്? പിന്നെ പുറത്തേക്ക് വന്നിട്ട് കുട്ടിയുടെ ടച്ചിങ്ങിൻ്റെതും അതുപോലെ തന്നെ രുചിയുടേതാവട്ടെ, കേൾവിയുടേത്, പിന്നെ അങ്ങനെയുള്ള ഈ 5 സെൻസുകളൊക്കെ പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ല. പക്ഷേ കുട്ടിക്ക് ദൈവം ആ സമയത്ത് ഒരു തരം, എറിക് ബേൺ പറയുന്നത്, ആ സമയത്ത് കുട്ടിക്ക് ഒരു പ്രത്യേക തരം ഒരു ഇൻഡ്യൂഷൻ അമ്മയുമായിട്ടുണ്ടെന്ന. എന്താ ഇൻഡ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള ഒരു ബന്ധം, ഒരു കണക്ഷൻ, ഒരു ആശയ കൈമാറ്റം. ആ അമ്മക്ക് കുഞ്ഞിനോടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള പരസ്പരമുള്ള ആശയവിനിമയങ്ങളും സ്മെല്ല്. കുട്ടിയുടെ സ്മെല്ല്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്മെല്ല് പൂർണ്ണ വളർച്ച ആ സമയത്ത് ആയിട്ടില്ല, അതൊക്കെ പിന്നെ ആയി വരുന്നുള്ളൂ. പക്ഷെ അമ്മയുമായിട്ടുള്ള, മാതാവുമായിട്ടുള്ള, ഉമ്മയുമായിട്ടുള്ള നല്ലൊരു ഒരു സ്മെല്ല് അവിടെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടെന്നാണ്. എത്ര അത്ഭുതകരമാണ്! എന്നിട്ട് ഇങ്ങനെ വളർന്ന മടിയിൽ വെച്ച് വളർത്തി വന്ന കുട്ടി, അത് 1 വയസ്സായി, 2 വയസ്സായി, എന്തൊരു സ്നേഹത്തോടുകൂടി വളർത്തിയിട്ട് പതിയെ ആ കുട്ടി ഇങ്ങനെ ശാരീരിക വളർച്ചയുടെ കൂടെ കുട്ടിക്ക് പിന്നെ വേണ്ടത് എന്താണോ അതുവരെ കിട്ടിയിരുന്ന ശാരീരികമായ ടച്ചിങ്ങും മാനസികമായിട്ടുള്ള ആ ഒരു ബന്ധമൊക്കെ ഏറ്റവും കൂടുതൽ വീണ്ടും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സമയം കുട്ടിയുടെ വളർച്ച. നിങ്ങൾ നേരത്തെ പറഞ്ഞ ഈ 3 വയസ്സ്, 4 വയസ്സ്, 5 വയസ്സ് ശൈശവം കഴിഞ്ഞ് ബാല്യത്തിൽ എത്തുമ്പോൾ ഒരു കുട്ടിക്ക് ഏറ്റവും വേണ്ട അറ്റൻഷൻ. ബാല്യത്തിൽ എത്തുന്നതിന്റെ മുമ്പേ അറ്റൻഷൻ വേണം. 1.5 വയസ്സ്, 2 വയസ്സായ കുട്ടി നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ
രണ്ട് മൂന്ന് നമ്മുടെ കുട്ടി, അപ്പുറത്തൊരു കുട്ടിയുണ്ട്, ഇപ്പുറത്തൊരു കുട്ടിയുണ്ട്. ആ കൂട്ടത്തിൽ നിന്ന് നമ്മൾ അനിയന്റെ കുട്ടിയോ ജ്യേഷ്ഠന്റെ കുട്ടിയോ അനിയത്തിയുടെ കുട്ടിയോ ആവട്ടെ, ആ സമയത്ത് നമ്മുടെ കുട്ടിനെ നമ്മളൊന്ന് എടുത്തിട്ട് ഇങ്ങനെ താലോലിച്ചിട്ട് ഒരു ഉമ്മ കൊടുത്തു നോക്കി. നമ്മളായിട്ട് അപ്പുറത്തുള്ള കുട്ടിക്ക് എന്തെങ്കിലും ബന്ധം ഉണ്ടെങ്കിൽ ആ കുട്ടി നമ്മളെ അടുത്തേക്ക് പതുക്കെ ഇങ്ങനെ വരും, എന്നെ ഒന്ന് ഉമ്മ ചെയ്യോന്ന് ചോദിച്ചിട്ട്. ഇല്ലേ? നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ലേ? അങ്ങനെ ഉണ്ടാവാറില്ലേ? ആ കുട്ടികൾക്ക് അത് ഇവനെ ശ്രദ്ധിക്കുമ്പോ അവരും വന്നിട്ട് ഓരോ കോപ്രായത്തരം കാണിക്കും അവനെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ശ്രദ്ധ കിട്ടുക, അറ്റൻഷൻ കിട്ടുക, സ്നേഹം കിട്ടുക, ഇത് കുട്ടികൾക്ക് അതിന്റെ തീവ്രമായ ലെവല് പിന്നെയും 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 ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി, ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ കുട്ടികൾക്ക് ഉമ്മയുടെ, ഉപ്പയുടെ, അമ്മയുടെ, അച്ഛന്റെ വീട്ടിന്റെ അകത്ത് നിന്ന് കിട്ടേണ്ട ഈ മാനസികമായ പോഷണം, ഈ മാനസികമായിട്ടുള്ള ആ ഒരു കുട്ടിക്ക് കിട്ടേണ്ട ഭക്ഷണം, ദാഹം എന്താണ്, കുട്ടിയുടെ ഇമോഷന് കിട്ടേണ്ട ദാഹം. ആ ഏതാ ഇമോഷൻ? കുട്ടിയെ സന്തോഷിപ്പിക്കുന്ന കുറെ ഇമോഷൻസ് ഉണ്ട് ഈ ബന്ധങ്ങളിലൂടെ മാതാപിതാക്കളിൽ നിന്ന്. അത് സ്നേഹമാണ്. സ്നേഹം. ആ സ്നേഹത്തിന് സൈക്കോളജിയിൽ പറയുന്നത് സ്ട്രോക്കുകൾ കിട്ടുക എന്നാണ് കുട്ടികൾക്ക്. സ്ട്രോക്ക്, പോസിറ്റീവ് സ്ട്രോക്കുകളാണ്. അതെന്താണ്? അഭിനന്ദിക്കുക, അടിപൊളിയാന്ന് പറയാം, കെട്ടിപ്പിടിക്കുക, സൂപ്പറാന്ന് പറയാം, നല്ല കണ്ണ് കൂർപ്പിച്ച് കാത് കൂർപ്പിച്ച് അവനെ കാണുക, അവനെ കേൾക്കുക. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളെ വളർന്നു വരുന്ന കുട്ടിക്ക് ഇത് എത്ര കുറഞ്ഞു പോവാണ്. ആ കുട്ടിക്ക് അവഗണനയുടെ ഒരു വലിയ ഭാരമല്ലേ പിന്നീട് വരുന്നത്. ഒരു കുട്ടി, അവന് ശേഷം അടുത്തൊരു കുട്ടി വന്നു കഴിഞ്ഞാൽ എത്ര പെട്ടെന്നാണ് അവനെ സെപ്പറേറ്റ് ചെയ്യുന്നത്, എത്ര പെട്ടെന്നാണ് അവന്റെ ആവശ്യങ്ങൾ ഹനിച്ചു കളയുന്നത്, എത്ര പെട്ടെന്നാണ് ആ അമ്മ മറ്റൊരു കുട്ടി ജനിച്ചതിന്റെ പേരിൽ ഈ കുട്ടിയെ അവഗണിച്ചു പോകുന്നത്, അറിയാതെ അവഗണിക്കുകയാണ്. എത്രമാത്രം മനസ്സ് നൊന്തു പോകുന്നുണ്ടാവും ആ കുട്ടിക്കെന്നോ. അങ്ങനെയുള്ള കുട്ടികൾ, അതായത് ഇമോഷണലി അവർക്ക് കിട്ടേണ്ടത് കിട്ടാതെ ദാരിദ്ര്യം അനുഭവിക്കുന്ന കുട്ടികളാണ് നാളെ സമൂഹത്തിലെ ഏറ്റവും പ്രശ്നക്കാരായി മാറുന്നത്. ഏതൊരു മനുഷ്യനും ഇന്ന് നിങ്ങൾ ഓരോരുത്തരും ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് കുറച്ച് നിങ്ങളെ കുറിച്ചൊന്ന് പറയാം. ആരൊക്കെ ഇതിലുണ്ടെന്ന് പറയാം. നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? നിങ്ങൾക്ക് ഇപ്പൊ ഏകദേശം പിന്നെ ഓരോരുത്തർക്കും ഓരോ രൂപത്തിലായിരിക്കാം. ചിലപ്പോ 20 വയസ്സ്, രണ്ട് മക്കൾ, ധന്യക്ക് 2 മക്കളുണ്ട്. പിന്നെ അടുത്ത ആൾ പറയും. അങ്ങനെ ഓരോരുത്തരും അങ്ങനെ പറയും, മക്കളെ കുറിച്ചൊന്ന് പറയും. നിങ്ങൾ കുറച്ച് ഇന്ററാക്റ്റീവ് ആവണേ, എന്നാലും നമുക്കിത് പറയാം. റംഷീന 3 മക്കൾ, അടിപൊളി. പിന്നെ അതിഥി, ഷാനിബ 3 മക്കൾ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ദീപ 2 മക്കൾ. ഓക്കെ ഓക്കെ. അപ്പോ ഈ മക്കള് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു പ്രായത്തിൽ ഇത്ര മക്കൾ നമുക്കുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ പ്രായം കൂടി കൂടി വരികയാണ്. നമ്മളെ മക്കളെ നമ്മൾ കണ്ടു വളർന്ന് നമ്മളുടെ മക്കളുടെ ബാല്യവും നമുക്ക് ഓർമ്മയുണ്ട്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ആലോചിക്കുക, നമ്മൾ ഇത്ര വയസ്സായിട്ടും ഇനി ഈ നമ്മളെ കുട്ടിയുടെ ബാല്യം അതെങ്ങനെ കഴിഞ്ഞു വന്ന് അത് അതോടുകൂടി തീർന്ന്, നമ്മളും കടന്നു വന്ന് നമ്മുടെ ബാല്യം തീർന്നു പോയി, അതൊക്കെ കഴിഞ്ഞു പോയി, ഇനി അതില്ല എന്ന് നിങ്ങൾ അങ്ങനെ ഒരു ബാല്യവുമായിട്ടോ ആ ബാല്യകാലവുമായിട്ടോ അത് നമുക്ക് കഴിഞ്ഞു പോയതാണ്, ഇനി അതുമായിട്ട് നമുക്കൊരു ബന്ധമില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെ മക്കൾക്ക്, നമുക്ക് ഈ ബാല്യം ആയിട്ട് അവരുടെ വളർച്ചയിൽ, നമ്മുടെ വളർച്ചയിൽ, നമ്മൾ പ്രായത്തുമ്പോ എന്താവട്ടെ, ഈ ബാല്യവുമായിട്ട് നമുക്ക് ഇനി ഒരു ബന്ധവുമില്ല, അത് കഴിഞ്ഞതാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. ഷംസീറ ഇല്ല. ധന്യ ഇല്ല പറഞ്ഞു. ഓക്കെ, ഇല്ല. പിന്നെ നിങ്ങൾ അതിനെ കുറിച്ച് എന്താ മനസ്സിലാക്കിയത്? നമ്മുടെ ഒരു ബാല്യവും നമ്മളും തമ്മിലുള്ള ഒരു ഇല്ല. ഓക്കെ, ഷാനിബ പറഞ്ഞു ഇല്ല. എന്താ മനസ്സിലാക്കിയത്? ഷനിത ഇല്ല പറഞ്ഞു. ഓക്കെ ഓക്കെ, നല്ല റെസ്പോൺസ് ആണ്, അടിപൊളിയാണ് കേട്ടോ. ഓക്കെ ഓക്കെ, സൂപ്പർ. പറയും. നിങ്ങൾ എങ്ങനെയാണ് നമ്മളായിട്ട് ആ ഒരു കണക്ഷൻ എന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക്? ഇന്ന് നമ്മുടെ ആ ബാല്യം ഇന്നും നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെയാണ് നിൽക്കുന്നത്? നമ്മൾ അത് എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? നമുക്ക് നമ്മളായിട്ട് ഇപ്പോഴൊരു ബന്ധം പിന്നെ
അതാ ഒരു ബന്ധം ഇല്ല എന്ന് പറയാൻ പറ്റുമോ ചോദിച്ചപ്പോൾ നിങ്ങൾ ഇല്ല, ബന്ധം ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ എങ്ങനെയായിരിക്കും അത്? ഓർമ്മയിൽ, ഷാനിബ പറഞ്ഞു ഓർമ്മയിൽ. അടിപൊളി. പിന്നെ ഓർമ്മയിൽ അതുണ്ട്. പിന്നെ ഓർമ്മ, ഷംസീർ പറഞ്ഞു, ഓർമ്മ പറഞ്ഞു. പിന്നെ 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 ഓക്കെ ഓക്കെ ഗുഡ്, അടിപൊളി. അപ്പോ പിന്നെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഓർമ്മയിലുണ്ട്, പക്ഷെ ഓർമ്മയിൽ മാത്രല്ല എന്റെ പ്രിയമുള്ള രക്ഷിതാക്കളെ, ഓർമ്മയിൽ മാത്രല്ല നമ്മളുടെ സ്വഭാവത്തെ നിർണയിക്കുന്നിടത്ത് പോലും നമ്മൾ ഇട്ടേച്ചു പോയ, നമ്മൾ കഴിഞ്ഞു പോയ നമ്മുടെ ബാല്യം ഇന്നും നമ്മളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളുടെ പ്രവർത്തനത്തിൽ, റംഷീന, നമ്മുടെ പ്രവർത്തനത്തിൽ. അതെ, നമ്മുടെ ഉള്ളിലൊക്കെ ഒരു ചൈൽഡ് ഇപ്പോഴും ഉണ്ട് എന്നാണ് പിന്നെ TA സൈക്കോളജിയിൽ പറയുന്നത്. ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് എറിക് ബേണിന്റെ സിദ്ധാന്ത പ്രകാരം നിരവധി മോഡേൺ സൈക്കോളജി, ഈ പാരന്റിങ് സൈക്കോളജി, ചൈൽഡ് സൈക്കോളജി ഒക്കെ പറയുന്ന ആളുകൾ അത് സത്യമാണ്. ഇന്നും നമ്മളെ ആ ചൈൽഡ് ഉണ്ട്, ഒരു കുട്ടിയുണ്ട്. പക്ഷെ നമ്മൾ വളർന്നപ്പോ ആ കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യാൻ ഒളിപ്പിച്ചു വെച്ചേക്കാണ്. പല സന്ദർഭത്തിലും നമ്മുടെ ഉള്ളിൽ നിന്ന് ആ കുട്ടിത്തെ പുറത്ത് ചാടാറുണ്ട്. നമ്മുടെ ഉള്ളിൽ ഒരു കുട്ടിയെ പോലെ ആനന്ദിക്കാനുള്ള അങ്ങേയറ്റത്തൊരു ത്വര നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ നമ്മുടെ ചുറ്റുപാടും നമ്മൾ ഇങ്ങനെയൊക്കെ ആയി പറഞ്ഞ ഒരു അഡൽട്ട് ഈഗോ, സൈക്കോളജിയിൽ പറയാ പിന്നെ ചൈൽഡ് ഈഗോ, പാരന്റ് ഈഗോ, അഡൽട്ട് ഈഗോ എന്നൊക്കെ പറയുന്നത് ഓരോ ഈഗോ സ്റ്റേറ്റുകളാണ്. നമ്മൾ പറയുന്ന മറ്റേ ഈഗോ അല്ല ഇത്, അതിന്റെ ഒരു ഭാഷ തന്നെ ഈഗോ സ്റ്റേറ്റ് എന്നാണ് ഇത് പറയാം. അപ്പൊ അവിടെ ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതിലൊരു കുട്ടിക്ക് വഴക്കാളിയായ കുട്ടി, അനുസരണയുള്ള കുട്ടി, ഇങ്ങനെയുള്ള നമ്മൾ വളർന്നു വന്ന സമയത്ത് നമ്മളുടെ ചൈൽഡ്ഹുഡ് എങ്ങനെയാണോ നമുക്ക് എഫക്ട് ചെയ്തത് അതിന്റെ പ്രതിഫലനമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. അഡോൾഫ് ഹിറ്റ്ലർ അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡ് അത്രയും ദുരിതപൂർണമായിരുന്നു. അവഗണനകളുടെ പർവ്വതങ്ങൾ ഏറ്റുപോയതായിരുന്നു. അദ്ദേഹം ഏറ്റവും പ്രതീക്ഷയോടുകൂടി വരച്ച ചിത്രങ്ങൾ അച്ഛനെടുത്ത് വലിച്ചു ഒഴിവാക്കിയിടുന്നത്, അദ്ദേഹം ഓരോ ഈ ആർട്ട് യൂണിവേഴ്സിറ്റി, അദ്ദേഹത്തിന്റെ കല ഈ ആർട്ട് കോളേജുകളിലേക്ക് പോയിട്ട് ജോയിൻ ചെയ്യാൻ പോയിട്ട് അവിടുന്ന് അദ്ദേഹത്തിന് ചിത്രം വരക്കുന്ന അദ്ദേഹത്തിന് അവിടെ ജോയിൻ ചെയ്യാൻ തിരസ്കരിക്കപ്പെടുന്നത്, ഇങ്ങനെ റിജക്ഷൻസുകൾ ധാരാളം കിട്ടി അവഗണിക്കപ്പെട്ട കുട്ടി. ഈ അവഗണനയുള്ള ബാല്യം ഏറ്റവും മോസ്റ്റ് ഡേഞ്ചർ ആണെന്നാണ് പറയുന്നത്. അവഗണിക്കപ്പെട്ട കുട്ടികൾ വലിയ അപകടകാരികളായ കുട്ടികളായിട്ട് പിൽക്കാലത്തിൽ അവരുടെ ജീവിതം അങ്ങനെയായി മാറുന്ന. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുട്ടികൾ ഒരിക്കലും അവഗണന കിട്ടരുത്. നമ്മൾ ഭക്ഷണം കൊടുക്കാതിരുന്നതിന്റെ പേരിൽ, ഒരു നേരം നമ്മൾ ഫുഡ് കൊടുക്കാത്തതിന്റെ പേരിൽ കുട്ടിക്ക് നമ്മളോട് ഒരു വിഷമം ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ കുട്ടിയെ അനുഭാവപൂർവം ഒരു നേരം നമ്മളൊന്ന് കണ്ണു നോക്കാതിരുന്നതിന്റെ പേരിൽ, ഒന്ന് കാഴ്ച കൊടുക്കാതിരുന്നതിന്റെ പേരിൽ, നമ്മളൊന്ന് കണ്ണ് തിരിച്ചതിന്റെ പേരിൽ, നമ്മളൊന്ന് മുഖം വലുതാക്കിയതിന്റെ പേരിൽ, നമ്മളൊന്ന് അവനെ റിജക്ട് ചെയ്തതിന്റെ പേരിൽ, അവൻ തടഞ്ഞു വെച്ചതിന്റെ പേരിൽ, അവന്റെ അഭിമാനത്തെ പരിഗണിക്കാത്തതിന്റെ പേരിൽ, അവന് റെസ്പെക്ട് കൊടുക്കാത്തതിന്, കുട്ടിയല്ലേ അതിപ്പോ എന്താ, അങ്ങനെ പറ്റുമോ? ചില ആൾക്കാർക്കൊക്കെ അങ്ങനെയാണ്. കുട്ടികളോട് ഇപ്പൊ എന്തായിക്കൂടെ, പറ്റില്ല എന്നാണ്. അങ്ങനെ ആയതിന്റെ ഫലമാണ് ഇന്ന് അന്നത്തെ കുട്ടികൾ ഇന്ന് പല പ്രശ്നക്കാരായി മാറുന്നത്. ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഒരു കുട്ടിയും ഒരു കുറ്റവാളിയുമായി ജനിക്കുന്നില്ല, ഒരു പ്രശ്നക്കാരുമായി ലോകത്ത് ഒരു കുട്ടിയും ജനിക്കുന്നില്ല. എല്ലാ കുട്ടികളും ശുദ്ധ ഹൃദയരാണ്, എല്ലാ കുട്ടികളും. പക്ഷേ അവഗണിക്കപ്പെട്ട കുട്ടികൾ, ഒരുപാട് പ്രതിസന്ധിക്ക് ചെറുപ്പത്തിൽ പലരുടെയും മാനസിക പീഡനങ്ങൾക്ക് വിധേയമായ കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ അവരുടെ കോൺഫിഡൻസ് ലെവൽ തകരും. ഒരു കുട്ടിക്ക് ദൈവം കൊടുക്കുന്നത് ചെറുപ്പത്തിൽ ഒരു വിത്ത്, ഒരു ആൽമരം വളരുന്ന, വലിയൊരു ആൽമരം അത്രമേൽ തണൽ നൽകി പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ആൽമരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇത്തിരി വിത്തിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒന്നായിരുന്നു. അതിന് വളരാനുള്ള അനുകൂല സാഹചര്യം കിട്ടിയപ്പോ അങ്ങനെ ആയത്. എന്നതുപോലെ ഓരോ മനുഷ്യനും ഒരു വിത്ത് പോലെ അവന്റെ ഉള്ളിൽ വളരാനുള്ള വെമ്പി നിൽക്കുന്ന ഒരുപാട് കഴിവുകളുടെ ഒരു വലിയൊരു തലമാണ് ഒരു കുട്ടി. ആ കുട്ടിയുടെ കഴിവ് ഉറങ്ങിക്കിടക്കുന്ന മനസ്സിന്റെ ഉള്ളിലാണ്. അപ്പൊ ആ മനസ്സിനെ പരിഗണിക്കാതെ
ആ കുട്ടിയുടെ മനസ്സിനെ കാണാതെ നമ്മളുടെ വളർത്തൽ പോയാൽ അത് നമുക്ക് ദോഷം ചെയ്യും. കുട്ടിയുടെ മനസ്സിനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പോകാൻ പറ്റും. അപ്പൊ ജനനം മുതൽ ഒരു 3 വയസ്സ് വരെ ഒരു പ്രത്യേക ഘട്ടമാണ്. പ്രത്യേകിച്ച് 8 വയസ്സിന്റെ ഉള്ളിൽ ഒരു കുട്ടിയുടെ ക്യാരക്ടർ ഫോർമേഷൻ നടന്നിരിക്കുമെന്നാ പറയുന്നത്. 8 വയസ്സാകുമ്പോഴേക്കും കുട്ടിയുടെ സ്വഭാവം കൃത്യമായിട്ട് ആ കുട്ടി ഭാവിയിൽ എന്താകുന്ന ഒരു 8 വയസ്സായ കുട്ടി അതുവരെ കുട്ടിക്ക് കിട്ടിയത് എന്താണോ അതിനനുസരിച്ചായിരിക്കും കുട്ടിയുടെ ഭാവിയിൽ. ഇനി അതാണ് അതിന്റെ ബേസ് എന്നാ. അവിടെ നിന്നാണ് പിന്നെ ബാക്കി കുട്ടിയുടെ സ്വഭാവം രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളാണ് നമ്മുടെ വീട്ടിന്റെ അകത്തുനിന്ന് നമ്മളാണ് നാളെ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങേണ്ട കുട്ടിയെ. അതിൽ പല സ്വാധീനങ്ങളും ഉണ്ട്. ഒന്ന് ഏറ്റവും ബേസിക് അതിന്റെ മാതാപിതാക്കളാണ്. വീട്ടിലുള്ള ഉമ്മ, ഉപ്പ, അമ്മ, അച്ഛൻ, പിന്നെ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, പിന്നെ ജ്യേഷ്ഠ അനിയന്മാരുണ്ടെങ്കിൽ അവരിൽ നിന്നൊക്കെ സ്വാധീനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ നാം പറഞ്ഞല്ലോ ഈ ശൈശവത്തിന്റെ ഘട്ടം കഴിഞ്ഞ് ആ 3 വയസ്സ് കഴിഞ്ഞ് ആദ്യ ബാല്യമായ 3 മുതൽ 6 വരെ അതൊരു പ്രത്യേക സ്റ്റേജ് ആണ്. ആദ്യ ബാല്യം. ആ 6 മുതൽ പിന്നെ പിൽക്കാല ബാല്യം എന്ന് പറയുന്ന 6 മുതൽ 12 വയസ്സ് വരെ ശിഷ്ടബാല്യമാണ്. അത് കഴിഞ്ഞിട്ട് കൗമാരമാണ് 12 മുതൽ 19 വരെ. അത് കഴിഞ്ഞാൽ പിന്നെ യൗവനമാണ് 19 മുതൽ 60 വരെ യൗവനമാണെന്നാണ്. പിന്നെ 60 മുതൽ മരിക്കുന്നത് വരെ വാർദ്ധക്യമാണ്. ഇതാണ് മനുഷ്യന്റെ ഒരു ഘട്ടം. 1 വയസ്സ് മുതൽ 3 വയസ്സിനുള്ളിൽ ഒരു കുട്ടിക്ക് നല്ല ഒരു സ്വാശ്രയത്വം കിട്ടിയിരിക്കണം. നല്ല പരിചരണവും നല്ല വിശ്വാസവും കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിയെ മനസ്സിലാക്കിയിട്ട് കുട്ടിയുടെ ഈ 3 വയസ്സിനുള്ളിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കുട്ടിക്ക് 3 വയസ്സിനുള്ളിൽ എന്തൊക്കെ വികൃതികൾ കാട്ടുന്ന പ്രായമാണ്. അവിടെ നമ്മളെ ഇഷ്ടംപോലെ തടസ്സങ്ങൾ, കുട്ടിയുടെ ഉള്ളിലുള്ള കോൺഫിഡൻസ് വളർത്താൻ കുട്ടിയുടെ കഴിവുകൾ, ഫൈൻ മോട്ടോർ സ്കില്ലുകൾ ഉണ്ട്. ഏതാ മോട്ടോർ സ്കില്ലുകൾ എന്ന് പറഞ്ഞത്? കുട്ടിയുടെ ശാരീരിക വളർച്ചയ്ക്ക് ആവശ്യമായതും മാനസിക വളർച്ചയ്ക്ക് ആവശ്യമായതുമായ പലതും കുട്ടി അവന്റെ പ്രകൃതിയാൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ സ്ഥലത്തേക്ക് കയറുന്നുണ്ട്, പിടിക്കുന്നുണ്ട്, വലിക്കുന്നുണ്ട്, ഓരോന്ന് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ നമ്മൾ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യരുത്? തടസ്സം വെക്കരുത്. മറിച്ച് അപകടകരമായ സ്ഥലത്തേക്ക് കയറുമ്പോൾ തടസ്സം വെക്കുക എന്നുള്ളതല്ലാതെ കുട്ടിക്ക് കയറാനും ഇറങ്ങാനും പിടിക്കാനും കളിക്കാനും കൂടെ അവസരങ്ങൾ കൊടുക്കൽ നിർബന്ധമാണ്. മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്യാൻ, നമ്മളുമായിട്ട് മാത്രമല്ല, കുട്ടിയുടെ മാനസികമായ ഒരു കുട്ടിക്ക് എപ്പോഴും സ്വാർത്ഥത വരുന്നതാണ്. കാരണം എന്താണോ, കുട്ടിക്ക് അതുവരെ ശൈശവത്തിൽ കഴിഞ്ഞ് ആദ്യ ശൈശവം ജനനം മുതൽ അല്ല ഒരു 3 വയസ്സ് വരെയുള്ള കഴിഞ്ഞിട്ട് ആ ഒരു സമയം ഉണ്ടല്ലോ, 3 വയസ്സ് ഇങ്ങനെ വിട്ടു പോകുമ്പോ കുട്ടി പിന്നെ അല്ലെങ്കിൽ 1-2 വയസ്സൊക്കെ ആകുമ്പോൾ പലരും ഉണ്ടാവും, ഡിപ്പെൻഡ് ഓൺ പിന്നെ ഓരോ കുട്ടിയുമായി ബന്ധപ്പെട്ടാണ്. ആ സമയത്ത് കുട്ടിക്ക് അവനവനെ തിരിച്ചറിയാണ്. കാരണം അമ്മ ചോദിക്കാണ് കുട്ടിയോട്, മൂക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഇതെന്താ, ഇത് ആരെ മൂക്കാ? അത് മോനുവിന്റെ മൂക്കാണ്. ഇത് ആരെ ചെവിയാ? ഇങ്ങനെ പറയുമ്പോ അവന്റേത് 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 അവന്റേത്. മോനുവിന്റെ ചെവിയുടെ, കണ്ണോടെ, കാതോടെ, ഓരോന്ന് ചോദിക്കുമ്പോ ഇതാന്ന് പറയുമ്പോ കുട്ടി അവൻ എന്ന വ്യക്തിയിലേക്ക് ഇറങ്ങിപ്പോയിക്കൊണ്ട് തുടങ്ങുകയാണ്. അപ്പൊ ഞാൻ മറ്റൊന്നിന്റെ ഭാഗമല്ല, ഞാൻ വേറെ തന്നെയാണ് എന്ന് കുട്ടി മനസ്സിലാക്കി തുടങ്ങണം. എനിക്ക് എന്റേതായി ഉണ്ട് എന്ന് കുട്ടി മനസ്സിലാക്കി തുടങ്ങണം. അങ്ങനെ തുടങ്ങുന്ന സമയത്ത് നിന്ന് കുട്ടിക്ക് ഒരു വ്യക്തിത്വം രൂപപ്പെടുന്നുണ്ട്. പക്ഷേ അവിടെ കുട്ടിക്ക് ഒരു സ്വാർത്ഥതയുണ്ട്, എനിക്ക് എന്റേത് എന്ന്. ആ സ്വാർത്ഥത കുട്ടിയുടെ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. പക്ഷെ അത് അമിതമായ സ്വാർത്ഥതയിലേക്ക്, അത് പാരന്റിങ്ങിൽ വരുന്ന മിസ്ഗൈഡൻസ്, അവിടെ തെറ്റായ പല ചിന്താഗതികൾ കൊണ്ട് കുട്ടിയെ പൂർണ്ണമായും അവനവനിലേക്ക് ഒതുക്കുകയും മറ്റുള്ളവരുമായിട്ട് ബന്ധമില്ലാതാക്കുകയും നിനക്ക് നിന്റേത് മാത്രം എന്നാക്കുകയും ചെയ്യുമ്പോൾ അത് പ്രശ്നമായി മാറുന്നു. നേരെ മറിച്ച് ആ കുട്ടിയെ മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ അനുവദിക്കുന്നു, കുട്ടി കളിക്കുന്ന സമയത്ത് കളിപ്പാട്ടം ഷെയർ ചെയ്യാൻ അനുവദിക്കുന്നു, എന്റേത് പറയുമ്പോൾ മറ്റുള്ളവർക്ക് കൊടുത്ത് ശീലിപ്പിക്കുന്നു, ഭക്ഷണം കൊടുത്ത് ശീലിപ്പിക്കുന്നു, അവനെ കൊണ്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് ശീലിപ്പിക്കുന്നു. ഇങ്ങനെ ബോധപൂർവം കോൺഷ്യസ്ലി ആയിട്ടുള്ള ഇടപെടൽ മാതാപിതാക്കളിൽ നിന്ന് ഉണ്ടാവണം. ഇങ്ങനെയൊക്കെ ഓരോ സമയത്ത് വളർച്ചക്കനുസരിച്ച് കുട്ടിയിൽ ഇടപെട്ട് ഇങ്ങനെ മാറ്റണം. ഇന്റത് എന്ന് പറഞ്ഞ് ശീലിച്ചു വരും കുട്ടി. അവിടെ നിന്റത് എന്ന് മാത്രം ആവരുത് കേട്ടോ, മറ്റുള്ളവരുടേതാണ് കേട്ടോ എന്ന് അവന്റെ ചേർത്ത് പറയിപ്പിക്കുക, മറ്റുള്ളവരിലേക്ക് ബന്ധപ്പെടുത്തുക. അങ്ങനെയാകുമ്പോൾ കുട്ടിക്ക് ഒരു സോഷ്യൽ കണക്ഷൻ കൂടുതൽ എന്തെങ്കിലും സ്മൂത്ത് ആയി വരും. അല്ലെങ്കിൽ എല്ലാത്തിനും എതിർപ്പായിരിക്കും. അങ്ങനെ ഒരു 3 വയസ്സൊക്കെ ആകുമ്പോഴേക്കും പ്ലേ സ്കൂളിൽ പറഞ്ഞേക്കുന്നത് എന്തിനാണ്? അവിടെ എത്തുമ്പോൾ ഒരു വലിയ കണക്ഷൻ കിട്ടുകയാണ്, മറ്റുള്ള കുട്ടികളെ കണ്ടുപിടിക്കുന്നു. ഇങ്ങനെയുള്ള
ആ സമയത്തുള്ള നല്ല പരിചരണം കിട്ടാത്ത കുട്ടികൾക്ക് എന്താ സംഭവിക്കുക എന്നോ, ഒരു 3 വയസ്സിന്റെ ഉള്ളിൽ നല്ല പരിചരണം കിട്ടിയിട്ടില്ലെങ്കിൽ ആ കുട്ടികൾക്ക് ഭയങ്കര ലജ്ജ ഉണ്ടായിരിക്കുന്നതാണ്. അത് കഴിഞ്ഞ് 3 to 6 ഇടയിൽ കുട്ടികൾക്ക് വിശ്വാസവും പരിചരണവും ആത്മവിശ്വാസവും പാരന്റ്സിൽ നിന്ന് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കുട്ടിക്ക് ഒരു തരം കുറ്റബോധം, ഇതൊക്കെ ഇങ്ങനെ ഇതിന്റെ ഓരോ പഠനങ്ങൾ പറയുന്ന കുറ്റബോധങ്ങൾ ഉണ്ടാവും ഉള്ളിൽ നിന്ന്. പിന്നെ ഒരു 12 വയസ്സ് എന്ന് പറഞ്ഞ കൗമാരത്തിൽ എത്തുന്ന സമയമാണ്. അതിന്റെ ഇടയിൽ കുട്ടിക്ക് ആ കൗമാരത്തിലെത്തുന്ന ആ സമയം വരെയും കുട്ടിക്ക് പാരന്റ്സിൽ നിന്ന് നല്ലൊരു സുരക്ഷിതത്വവും അവന്റെ മാനസികമായ നില അംഗീകരിച്ചുകൊണ്ട് അവന്റെ കൂടെ ചേർന്ന് സ്നേഹവും പരിചരണവും കിട്ടിയിട്ടില്ലെങ്കിൽ ആ കുട്ടിയുടെ ഉള്ളിൽ ഒരു തരം അപകർഷത ഉണ്ടാകും. അതായത് അവന്റെ ആത്മവിശ്വാസം തകർന്നു പോയിട്ടുണ്ടാവും. അവന് ഒന്നും ചെയ്യാൻ സമ്മതിക്കാത്ത അവസ്ഥ. അത് നീ ചെയ്യണ്ട, അത് നീ ചെയ്യണ്ട, ഞാൻ ചെയ്തുതരാം, അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അവനെ ഫുള്ള് ഒന്നിനും സമ്മതിക്കാതെ ഒന്നുകിൽ എല്ലാം ചെയ്തു കൊടുക്കുക. പാരന്റിങ് പല മെത്തേഡിലുണ്ട്. ഒന്ന് ഓവർ കെയറിങ്ങിലൂടെ വരുന്ന പാരന്റിങ്, മറ്റൊന്ന് വളരെ പെർമിസീവ് ആയിട്ടുള്ള ഒരു അവഗണിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള പാരന്റിങ്. വേറൊന്ന് ഒരു എന്താ പറയാ ഹെലികോപ്റ്റർ പാരന്റിങ് എന്ന് പറഞ്ഞ സംഗതി. മോളിങ്ങനെ നിന്നിട്ട് ഇങ്ങനെ വീക്ഷിച്ചിട്ട് ഭയങ്കര ക്രിറ്റിക്കൽ പാരന്റിങ്. അതിന്റെ ഒക്കെ അടിയില് ഒരു അതോറിറ്റേറിയൻ ആയിട്ടുള്ള ഒരു പാരന്റിങ് ഉണ്ട്. അതോറിറ്റേറിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാര്യങ്ങൾ കുട്ടിയെ മനസ്സിലാക്കി അവനെ കൊണ്ട് അവനെ വളരുകയും വളർത്തുകയും ചെയ്യുക. അതാണ് പോയിന്റ്. നിങ്ങൾക്ക് മനസ്സിലായോ? കുട്ടിയെ നമ്മൾ വളരാൻ വിടലല്ല. വളരാൻ വിട്ടു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക? ഒരു ചെടി വളരാൻ വിട്ടു കഴിഞ്ഞാൽ ഒരുപാട് കളകൾ ചുറ്റുഭാഗത്തും വളർന്ന് അതിനെ പിടിച്ച് അതിന്റെ വളർച്ച മുരടിച്ചു പോകും. നേരെ മറിച്ച് അതിനെ വളരാൻ അനുവദിക്കുകയും അതിന്റെ വളർച്ചക്ക് നല്ല വളർച്ചക്ക് തടസ്സമാകുന്ന കളകളെ പറിച്ചിടാൻ പാരന്റ്സിന് കഴിയണം. അതിന് പാരന്റ്സിന് ബോധം ഉണ്ടാവണം. അതിന് കുട്ടിയുടെ മനസ്സിനെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം. നമ്മുടെ ഇമോഷൻ വെച്ച് കുട്ടികളോട് പെരുമാറുന്ന അവസ്ഥ വരരുത്. കുട്ടിയുടെ ശാരീരിക വളർച്ചക്ക് പ്രാമുഖ്യം കൽപ്പിക്കുന്നത് പോലെ ഓരോ പ്രായത്തിനനുസരിച്ചുമുള്ള മാനസിക വളർച്ചക്കും പാരന്റ്സ് എന്ത് ചെയ്യണം? വലിയ പ്രാമുഖ്യം കൽപ്പിക്കണം. അത് കൽപ്പിക്കാതിരുന്നാൽ വലിയ പ്രശ്നമാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു മനുഷ്യന്റെ മനസ്സ് 3 തട്ടാണ്. ഒന്ന് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവന്റെ ശരീരമുണ്ട്. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ 3 രൂപമാണ്. ഒന്ന് ശരീരം, മനസ്സ്, ആത്മാവ്. ഇത് ഉൾക്കൊള്ളുന്നതാണ് പല പഠനവുമായി ബന്ധപ്പെട്ടുള്ള പഠനം. അതിൽ തന്നെ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ 3 ലെയറുകൾ ഉണ്ട് ആ വ്യക്തിത്വത്തിന്റെ ഉള്ളിൽ. ഒന്ന് അവന്റെ വ്യക്തിത്വം എന്ന് പറയുന്ന ഒരു ലെയർ. വ്യക്തിത്വത്തിലുള്ള ഒന്നാമത്തെ ലെയർ എന്ന് പറഞ്ഞാൽ പെരുമാറ്റമാണ് ഒന്നാമത്തെ ലെയർ. അത് കഴിഞ്ഞാൽ ചിന്ത, പിന്നെ വൈകാരികം. ഒന്നുകൂടി ഞാൻ പറയാം. ആദ്യത്തത് എന്താണ്? പെരുമാറ്റ തലം. 3 തലങ്ങളാണ്, 3 ലെയർ. അതിൽ ഒന്നാമത്തത് പെരുമാറ്റം, അതിന്റെ അടുത്തത് ചിന്ത, അതിന്റെ അടുത്തത് വൈകാരികം, അടിയിലാണ് വൈകാരികം. ഈ ഇമോഷൻ എന്ന് പറയുന്നത്, ഈ പെരുമാറ്റവും ചിന്തകളൊക്കെ കുട്ടികൾക്ക് പിന്നെ ഉണ്ടാവണം. ഞാൻ നിങ്ങളോട് തുടക്കത്തിലേ പറഞ്ഞു, ഇമോഷൻ ആണ് ആദ്യമേ കുട്ടിക്ക് ഉണ്ടാവുന്നത്. ഇത് വളർന്നു വന്ന നമ്മളുടെ ഇമോഷനെ നമ്മൾ നമ്മുടെ കുട്ടിയുടെ ഇമോഷനിലേക്ക് എന്ത് കൊടുക്കുന്നുവോ അതിനനുസരിച്ചാണ് കുട്ടിയുടെ സ്വഭാവങ്ങൾ രൂപപ്പെടുന്നത്. നമ്മൾ കുട്ടിക്ക് പോസിറ്റീവ് അല്ലാത്ത നെഗറ്റീവുകൾ കൊടുക്കുന്നു, കുട്ടിയുടെ വൈകാരിക തലത്തിൽ നെഗറ്റീവുകൾ നിറയും. പിന്നെ ഈ കുട്ടി ആ നെഗറ്റീവ് മൂഡിലാണ് നമ്മളോട് പിന്നെ വളർച്ചയിൽ വന്നു വരിക. എല്ലാറ്റിനോടും നെഗറ്റീവായിട്ടാണ് കാണുക. ചെയ്യാൻ പാടില്ല, അത് പാടില്ല, ഇത് പാടില്ല പറഞ്ഞ കുട്ടിക്ക് സ്കൂൾ എത്തിക്കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാം കുട്ടി മുന്നോട്ട് വരില്ല. കാരണം ഇതൊക്കെ തടയപ്പെട്ടതാണ് പലതും. സ്വന്തമായിട്ട് ചെയ്യാൻ കുട്ടിക്ക് കഴിയില്ല. ഈ അടുത്തൊരു കൗൺസിലിംഗ് കേസ് മുമ്പ് എനിക്ക് വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. വിവാഹം കഴിഞ്ഞതിന്റെ ശേഷവും വൈവാഹിക ജീവിതത്തിൽ പ്രശ്നമായത് എന്താണ്? 32 വയസ്സായിട്ടുണ്ട്, പക്ഷെ അയാളുടെ പ്രശ്നത്തിന്റെ വേര് കിടക്കുന്നത് ബാല്യത്തിലാണ്. നമുക്ക് എന്തൊരു പ്രശ്നമുണ്ടോ ആ പ്രശ്നത്തിന്റെ വേര് ബാല്യവുമായിട്ട് ബന്ധമുണ്ട്. എന്താ ഇയാളുടെ പ്രശ്നം? ബാല്യത്തിൽ ഒരു അസുഖം ഉണ്ടായപ്പോ ഡോക്ടർ കുറച്ച് ശ്രദ്ധിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു ഫിക്സോ അങ്ങനെ എന്തോ ഒരു അസുഖം വന്നപ്പോ നന്നായിട്ട് ഓവർ കെയർ ചെയ്തു, അങ്ങനെ കൊണ്ടുപോയി അവസാനം ഉമ്മ ആദ്യത്തെ കുട്ടിയാണ് ശ്രദ്ധിച്ച് 10ാം ക്ലാസ് വരെ ഈ ശ്രദ്ധയോടുകൂടി 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ പോകുന്നത് ഉമ്മ കുളിപ്പിച്ചു കൊടുത്തിട്ടാ പറഞ്ഞേക്കണം. സ്വന്തമായിട്ട് ഒരു കാര്യം തീരുമാനിക്കാനോ എടുക്കാനോ, ഒരു ഡിസിഷൻ, ഒരു തീരുമാനം എടുക്കാനോ, സ്വന്തമായി ചെയ്യാനോ, അങ്ങനെയുള്ള ഒരുപാട് സോഷ്യൽ സ്കില്ലുകൾ കുട്ടിക്ക് വളർച്ചയുടെ നാഴികക്കല്ലുകളായി കിട്ടേണ്ടതുണ്ട്.
ഇത് കുട്ടി സ്വയം ചെയ്ത് കിട്ടേണ്ടത്. അതിൽ തെറ്റുകൾ പറ്റുമ്പോ നോക്കി തിരുത്തേണ്ടവരാണ് രക്ഷിതാക്കൾ. അല്ല നമ്മളെല്ലാം ചെയ്തു. ഒരു കുട്ടിക്ക് ഒരു ഹോംവർക്ക് ഉണ്ടെങ്കിൽ ഇവിടെ വന്നാ ഞാൻ ചെയ്തുതരാം, എന്നിട്ട് ഇത് ശരി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കൽ തെറ്റാണ്. കുട്ടി സ്വയം ചെയ്യണം. കുട്ടി ചെയ്യേണ്ട വർക്കുകൾ കുട്ടി ചെയ്യണം. ഓരോ ആക്ടിവിറ്റികൾ ഉണ്ടാവും, നമ്മൾ ചെയ്തു കൊടുത്ത് എന്റെ കുട്ടി അവിടെ മോശമാവരുത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തു കൊടുത്ത കുട്ടി അവസാനം എന്താ സംഭവിക്കുക? നമ്മളറിയാതെ ഈ കുട്ടിയെ ഒരു പോങ്ങനാക്കി മാറ്റുകയാണ്. അപ്പൊ അതുകൊണ്ട് കുട്ടിയുടെ വൈകാരിക തലത്തിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്കേണ്ടത്, കുട്ടിയെ മനസ്സിലാക്കി ഏറ്റവും പ്രധാനം എനിക്ക് ആദ്യം ഓർമ്മപ്പെടുത്തുള്ളത് പോസിറ്റീവ് സ്ട്രോക്കുകൾ എന്നാണ്. റീഇൻഫോഴ്സ്മെന്റ് എന്നൊക്കെ അതിന് പറയാം. അതായത് നല്ല കുട്ടി ചെയ്യുന്ന, കുട്ടിയുടെ പ്രകൃതി, ആ കുട്ടി കാണിക്കുന്ന കുറേ കഴിവുകൾക്ക് വേണ്ടിയിട്ടുള്ള സൂചനകൾ കുട്ടി തരും. ചാടുന്നുണ്ടാവും, ഓടുന്നുണ്ടാവും, പിടിക്കുന്നുണ്ടാവും, ഞാൻ സ്വയം കഴിച്ചോളാം, സ്വയം വെള്ളം കുടിച്ചോളാം, ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം എന്ന് പറയുന്നിടത്തൊക്കെ അനുവദിക്കുക. ഞാൻ ഒറ്റക്ക് ഭക്ഷണം കഴിച്ചോളാം എന്ന് 2 വയസ്സായ കുട്ടി പറയുമ്പോ ഞാൻ കഴിച്ചോളാം എന്ന് പറയുമ്പോ കൈയിനടിച്ചിട്ട് ഞാൻ വാരിത്തരാന്ന് പറയാൻ നിൽക്കരുത്. കുട്ടിയെ സ്വയം കഴിക്കാൻ പരിശീലിപ്പിക്കുക. ബാത്റൂമിലേക്ക് പോകുമ്പോ ഞാൻ കഴുകിക്കോളാം എന്ന് കുട്ടി പറയുമ്പോ നീ കഴുകിയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് ഇവൻ കൗമാരത്തിൽ എത്തുന്നത് വരെ കഴുകി കൊടുക്കാൻ റെഡി ആവുന്ന പാരന്റ്സ് ഉണ്ടാവാൻ പാടില്ല. അവിടെ എന്ത് ചെയ്യണം? അവൻ കഴുകിക്കോട്ടെ. അവൻ കഴുകിയതിനു ശേഷം ബാക്കി എന്തെങ്കിലും പൂർത്തിയാവാത്തുണ്ടെങ്കിൽ നമ്മളെ ആഡ് ചെയ്താൽ മതി. അവൻ അനുവദിക്കൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഒറ്റക്ക് കയറണം, നീ കയറണ്ട, ഞാൻ പിടിച്ചോളാം. ജനലിമ പിടിച്ച് കയറും കുട്ടി, അവിടുന്ന് വീഴും, അവിടെ നടക്കണ്ട, വീഴുന്നിടത്ത് പിടിക്കേണ്ടി വരും. പക്ഷെ കുട്ടിക്ക് കയറാൻ അവസരം നമ്മൾ പിടിക്കാൻ അപകടം നോക്കിയിട്ട് ഇല്ലാത്ത സാഹചര്യത്തിൽ നോക്കി നമ്മുടെ കുട്ടിയെ പ്രൊട്ടക്ട് ചെയ്തിട്ട് ചെയ്യിപ്പിക്കണം. ഓരോ സ്റ്റെപ്പുകൾ കുട്ടി കയറട്ടെ, ഇറങ്ങട്ടെ, കയറട്ടെ, പിടിക്കട്ടെ, ഓരോന്ന് തൊടട്ടെ, അവിടെ പെടണ്ട, അവിടെ പിടിക്കണ്ട, അങ്ങോട്ട് അപകടം, ഇങ്ങോട്ട് അപകടം. അതെന്തൊരു അപകടകരമായ പാരന്റിങ്. നമ്മൾ ഇതൊന്നും ബോധപൂർവം അല്ല പലപ്പോഴും. നമ്മൾ ഓവർ ശ്രദ്ധയാണ്. അപകടം പറ്റുമോ എന്ന് ശ്രദ്ധ. പക്ഷെ അത് തെറ്റാണ്. നമ്മൾ അറിയാതെ കുട്ടിയിൽ വലിയ മുൾവേലികൾ സൃഷ്ടിക്കുകയാണ്. കുട്ടിക്ക് സ്വഭാവ രൂപീകരണത്തിന് 3 കാരണങ്ങളുണ്ട് ഒരു കുട്ടിയുടെ. ഒന്ന് ഞാൻ പറഞ്ഞു, ആ കുട്ടിയുടെ വൈകാരിക തലത്തിലേക്ക് നമ്മൾ ചെറുപ്പത്തിൽ കൊടുക്കേണ്ടത് അപാരമായ സ്കില്ലുള്ള കുട്ടിക്ക് ആ കുട്ടിയുടെ കഴിവ് വളർത്താൻ പറ്റിയ അന്തരീക്ഷം വൈകാരിക തലത്തിൽ ഉണ്ടാവണം. കുട്ടി ഇമോഷണൽ ആകെ അസ്വസ്ഥപ്പെടുന്ന അവസ്ഥ ഉണ്ടാവരുത്. കുട്ടിക്ക് ആത്മവിശ്വാസം നല്ലോണം ഉണ്ട് ചെറിയ കുട്ടിക്ക്. നിങ്ങൾ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഒരു 3 വയസ്സായിട്ടുള്ള കുട്ടി, അല്ലെങ്കിൽ 4 വയസ്സായിട്ടുള്ള ഒരു കുട്ടി നിങ്ങളെ വീട്ടിൽ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും ഓടി നടന്ന് എന്താ പറയാ, എല്ലാ സ്ഥലത്തും ഭയങ്കര ആക്റ്റീവാണ്. അങ്ങനെ ആക്റ്റീവായിട്ട് നടന്ന അവസാനം ഇങ്ങനെ വന്നിട്ടോ ഞാൻ ക്ഷീണിച്ച് ഇനി ഞാൻ കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞ കുട്ടി നിങ്ങൾ എവിടെയും കണ്ടണോ? എവിടെയും കാണൂല. നമ്മളെ കുട്ടികൾ ചെയ്യുന്ന എന്തൊരു എഫേർട്ടാണ് അവർ വീട്ടിനകത്ത് എടുത്തിരിക്കുന്നത്. അവര് അതിശക്തമായിട്ടുള്ള എനർജിയാണ് അവർക്കുള്ളത്. ആ എനർജി ഒരിക്കലും ചോർന്നു പോകുന്നില്ല. എന്ത് ചെയ്യാൻ അവർ റെഡിയാണ്, എന്തെടുത്തെടുക്കും. ഒരു 10 കിലോന്റെ ചാക്ക് 2 വയസ്സുള്ള കുട്ടിക്ക് പൊന്തൂല, പക്ഷെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകും. എല്ലാത്തിനും റെഡിയാണ്. എന്തൊരു കോൺഫിഡൻസ് ആണ് കുട്ടിക്ക്. പക്ഷെ ഈ കോൺഫിഡൻസ് മുഴുവനും തകർക്കുന്നത് നമ്മുടെ ചില ഇടപെടലുകളാണ്. ഈ ഇമോഷണൽ ലെവലിലേക്ക് എന്നെ കൊണ്ടത് പറ്റൂല എന്ന് പറഞ്ഞ് ഇവൻ സ്കൂളിൽ എത്തുമ്പോ ഹയർ സ്റ്റഡീസിലൊക്കെ പഠിക്കുന്ന സമയമാകുമ്പോഴേക്കും ഉൾവലിയിൽ തുടങ്ങും. അത് എന്നെ കൊണ്ട് പറ്റില്ല എന്ന തോന്നൽ വരുന്നു. കമ്പാരിസൺ നടക്കുന്നു മറ്റുള്ളവരുമായിട്ട്. അവനെ കണ്ടോ, ഇവനെ കണ്ടോ, അതിന്റെ ഇത്ര മാർക്കിന് വേണ്ടി കുട്ടിയെ വിലയിരുത്തുന്നു. കുട്ടിയുടെ കഴിവുകളെ മനസ്സിലാക്കാതെ പോകുന്നു. അതുകൊണ്ട് കുട്ടിയുടെ ഇമോഷണൽ തലത്തിലേക്ക് കൊടുക്കേണ്ട ഏറ്റവും ഒരു സ്വഭാവ രൂപീകരണം അവിടെ നിന്ന് നടക്കുന്നത് ഞാൻ പറഞ്ഞു. ഇനി സ്വഭാവ രൂപീകരണത്തിന്റെ 3 കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. 3 കാരണമാണ് കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ. ഒന്ന്, പാരന്റ്സിൽ നിന്ന് കിട്ടുന്ന വാല്യൂ എഡ്യൂക്കേഷൻ. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. പാരന്റ്സിൽ നിന്ന് കിട്ടുന്ന വാല്യൂ എഡ്യൂക്കേഷൻ. അല്ലേ?
ബിഫോർ ദി സ്കൂൾ എഡ്യൂക്കേഷന്റെ മുമ്പ് ഏറ്റവും വലിയൊരു എഡ്യൂക്കേഷൻ വീട്ടിനകത്ത് നിന്ന് കിട്ടാണ്. അത് അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നുമാണ്. ആ വാല്യൂ എഡ്യൂക്കേഷൻ അത് മോഡലിംഗ് ആണ്. അത് കുട്ടി കേട്ട് എഴുതി പഠിക്കണമല്ല, കണ്ടു പഠിക്കുന്നു. നമ്മളെ കണ്ടു പഠിക്കുന്നു, ശരിക്ക് കോപ്പി ചെയ്യുന്നു. അപ്പൊ നമ്മളൊരു മോഡലാവണം. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഓരോ മൂല്യങ്ങളും നമുക്ക് സന്ദർഭാനുസരണം പറഞ്ഞു കൊടുക്കുന്ന നമ്മൾ പ്രാവർത്തികമാക്കൽ. ആ കുട്ടിയുടെ വാല്യൂ സിസ്റ്റം അവിടെ നിന്ന് ഉയരുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ടാണ്. അങ്ങനെയാണ് ഒന്ന് സ്വഭാവ രൂപീകരണം ഉണ്ടാവുന്നത്. ഒന്ന്. രണ്ടാമത്തത് കുട്ടിയുടെ എക്സ്പീരിയൻസ് ആണ്. ഈ കുട്ടി തുടർന്ന് അടുത്ത സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ കുട്ടിക്ക് പല എക്സ്പീരിയൻസ് വരും. അപ്പൊ ബാഡ് എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ അതിൽ നിന്ന് ചില സ്വഭാവങ്ങൾ കുട്ടിയിൽ രൂപപ്പെടുന്നതാണ്. അത് ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. ഒരു ട്യൂഷൻ സെന്റർക്ക് പോയിട്ട് അവിടുന്ന് ടീച്ചർ അടിച്ചു, അപ്പൊ അവിടുന്ന് മാറി അടുത്ത സെന്ററിലേക്ക് പോയി, അവിടുന്ന് അടിയിട്ടി. അപ്പൊ കുട്ടി ഒരു കോമൺ സ്വഭാവം രൂപീകരിക്കുന്ന കുട്ടിന്റെ ഉള്ളിൽ ലോകത്തുള്ള എല്ലാ ട്യൂഷൻ ടീച്ചർമാരും വൃത്തികെട്ടവന്മാരാണ്, അടിക്കുന്നവരാണെന്നുള്ളൊരു ചിന്ത വന്നു. സത്യത്തിൽ അതാണോ? അല്ല. എക്സ്പീരിയൻസ് കൊണ്ട് തെറ്റായിട്ടുള്ള ചില സ്വഭാവങ്ങൾ രൂപപ്പെടുന്നു. മൂന്നാമത്തത് ജനറ്റിക് ആണ്. 40% പാരമ്പര്യമാണ് ഒരാളുടെ സ്വഭാവത്തിൽ. 40% പാരമ്പര്യമാണ്, ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്നതാണ്. അച്ഛന്റെ അമ്മയുടെ ഉപ്പയുടെ അതിൽ നിന്ന് വന്നിട്ടുള്ള ജെയിൻ സംബന്ധമായിട്ടുള്ള ചില സ്വഭാവങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ ദേഷ്യമുള്ളത്, ചിലപ്പോ അമിതമായ ചില എന്തെങ്കിലും, പിന്നെ അതുപോലെ പാരമ്പര്യമായി വരുന്ന ചില സ്വഭാവങ്ങൾ ഉണ്ടാവും. അത് 40. ബാക്കി ആ 40 അവിടെ കിടന്നുവിട്ട മനുഷ്യനാണ് കുറച്ചൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ 60% നമുക്ക് രൂപപ്പെടുത്താൻ പറ്റുന്നതാണ്. അത് ഈ 8 വയസ്സ് അല്ലെങ്കിൽ ബാല്യം, ആ കൗമാരത്തിൽ എത്തുന്നതിന്റെ മുമ്പ് എന്നെ രൂപപ്പെടുത്തിയിട്ടില്ലെങ്കിൽ വാർപ്പ് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ത്? അത് വെയിൽ കൊണ്ട് ഉറക്കണതിന്റെ മുമ്പ് നമ്മൾ ചെയ്താൽ എങ്ങനെ നമുക്ക് ഷേപ്പ് ആക്കാം. ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മേലെ സിമെന്റ് ഇട്ടിട്ട് പിന്നെ നമുക്ക് വേറെ ആൾട്രേഷൻ വരുത്താനേ പറ്റുള്ളൂ. ബേസിക്കലി മാറ്റാൻ പറ്റില്ല. ഇനി നമുക്ക് എന്തെങ്കിലും നമ്മളെ കുട്ടികൾ കൗമാരത്തിലെത്തി ഇതുവരെ നമ്മൾ നോക്കിയില്ല, ഇനി മാറ്റം വരുത്താൻ പറ്റും. നമ്മുടെ സമീപനത്തിലൊക്കെ കുറെ മാറ്റങ്ങൾ വന്നാൽ അതിനനുസരിച്ച് അവർ സ്വയം മനസ്സിലാക്കി സ്വയം മാറ്റങ്ങൾക്ക് കുറെ വിധേയമാകും. എന്നാലും പണ്ട് ചെറുപ്പത്തിൽ മാറിയതുപോലെ മാറാൻ കഴിഞ്ഞൊന്നുണ്ടാവില്ല. അതാണ്. പിന്നെ ഒരാൾക്കും അവനവനെ മാറ്റാൻ പറ്റും. എനിക്ക് മാറണം ഞാൻ തോന്നി കഴിഞ്ഞാൽ എനിക്ക് മാറാൻ പറ്റും. എന്നെ വേറെ ആൾക്കും മാറ്റാൻ പറ്റില്ല. പക്ഷെ നമുക്ക് നമ്മുടെ കുട്ടിയെ മാറ്റാം ചെറുപ്പത്തിലാണെങ്കിൽ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സ്വഭാവം. അപ്പൊ ഞാൻ എൻ്റെ പ്രിയമുള്ള രക്ഷിതാക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ കാര്യത്തിൽ ശരിക്കും നമ്മൾ പഠിക്കണം. ഇത് നമ്മൾ ഓരോന്ന് കൃത്യമായിട്ട് പഠിക്കാനുള്ള വളരെ സയന്റിഫിക്കലായിട്ടുള്ള, വളരെ പ്രാക്ടിക്കലായിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് നമ്മൾ സ്കിൽ ക്രാഡിൽ വർക്ക്ഷോപ്പ് നടത്താൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു വർക്ക്ഷോപ്പിലേക്കുള്ള ഒരു ഫ്രീ വെബിനാർ ആണ് ഇത്. കാരണം നമുക്ക് ഇവിടെ ഇങ്ങനെ കുറഞ്ഞ സമയത്തിനുള്ളിൽ എല്ലാം പറഞ്ഞു തരാൻ പറ്റില്ല. ഇത് നമുക്ക് കൃത്യമായിട്ട് വളരെ വ്യവസ്ഥാപിതമായി ചിട്ടയായ ഒരു കോഴ്സാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആ കോഴ്സിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയുടെ ഒരുപാട് തലങ്ങളുണ്ട്. കുട്ടിയുടെ ഇമോഷണൽ ആയിട്ട് ഒരുപാട് ഇതുണ്ട്. ആ വർക്ക്ഷോപ്പിലൂടെയാണ് നമ്മൾ അതിലൊക്കെ കടന്നു പോവുക. കുട്ടിയുടെ പിന്നെ അഡിക്ഷൻ ആവട്ടെ, ബാക്കി ദേഷ്യമാവട്ടെ, മടിയാവട്ടെ, അതുപോലെ തന്നെ പിന്നെ സിബ്ലിങ്സ് പ്രോബ്ലങ്ങൾ, ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. ഈ പ്രശ്നങ്ങളെ ഓരോന്നിനെയും അഡ്രസ് ചെയ്തിട്ട് നമ്മൾ നടത്തുന്ന ഒരു വർക്ക്ഷോപ്പാണ്. നമ്മൾ അതിന്റെ ഡേറ്റ് പിന്നെ ഉടനെ തന്നെ നമ്മൾ അറിയിക്കും. ഗ്രൂപ്പിലൂടെ നമ്മൾ എന്താ അറിയിക്കും. നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നുവെങ്കിൽ, മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, കൂടുതൽ പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ വർക്ക്ഷോപ്പ് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് നമ്മളൊരു കുറഞ്ഞ, നമ്മളെ വീടിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ വലിയ ചുമര്, വലിയ മതിലുകൾ കെട്ടും, വലിയ പൈസ കൊടുത്തിട്ട്. പക്ഷെ നമ്മുടെ മക്കളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, ഇമോഷണൽ ആയിട്ട് മക്കളെ അവരെ ഏറ്റവും നന്നായിട്ട് വളർത്താൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട സാമ്പത്തികമായ ചെലവ് എന്ന് പറയുന്നത് നമ്മുടെ അറിവിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ചെലവഴിക്കുന്നതാണ്. അതിന് നമ്മൾ പുസ്തകങ്ങൾ വാങ്ങുന്നുണ്ടാവും, അതുപോലെ തന്നെ ഇതുപോലെ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ നമ്മളെ മാറ്റുന്നതാണ്. ഒരു കൗൺസിലറെ എടുത്തുകൊണ്ട്, ഒരു സൈക്കോളജിസ്റ്റിനെ എടുത്തുകൊണ്ടിട്ട് ഒരു അമ്മ ചെന്ന് പറഞ്ഞു, എന്റെ മകനെ ഒന്ന് മാറ്റി തരണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, എന്താ ചെയ്യേണ്ടത്? എന്റെ മകന്റെ സ്വഭാവം വളരെ മോശമാണ്, അവൻ ഇങ്ങനെയൊക്കെയാണ്, ഒന്ന് മാറ്റണം, എന്താ ചെയ്യും? അപ്പോ ആ സൈക്കോളജിസ്റ്റ് പറഞ്ഞു, നിങ്ങൾ ഒരു 2 മാസം ഇവിടെ നിർത്തണം എന്ന് പറഞ്ഞു. അപ്പൊ ആയിക്കോട്ടെ, 2 മാസം ഇവിടെ നിർത്തട്ടെ, എന്നാലും വേണ്ടിയില്ല. അപ്പൊ പറഞ്ഞു, ഈ കുട്ടിനെ കൊണ്ടുപോയിട്ട് നിർത്താൻ കൊണ്ടുവന്നപ്പോ സൈക്കോളജിസ്റ്റ് പറഞ്ഞു, പിന്നെ നിങ്ങളെ മകനെ അല്ല ഇവിടെ നിർത്തേണ്ടത്, നിങ്ങളെയാണ് നിർത്തേണ്ടത്. മകൻ വീട്ടിൽ പോയിക്കോട്ടെ, നിങ്ങൾ ഇവിടെ നിൽക്കൂ.
നിങ്ങൾ ഇവിടെ നിന്നിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും നിങ്ങളുടെ മകൻ അവിടെ നന്നായിട്ടുണ്ടാവും. ഇതാണ് പ്രശ്നം. നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ കൃത്യമായിട്ടും മാറിക്കഴിഞ്ഞാൽ അത് മാറ്റാനുള്ള, നമ്മളിൽ ഒരു സ്വയം മാറ്റം വരാനുള്ള ഒരു ചാൻസ് ആണ് ഈ സ്കിൽ ക്രാഡിൽ നടത്തുന്ന പാരന്റിങ് വർക്ക്ഷോപ്പ്. ആ പാരന്റിങ് വർക്ക്ഷോപ്പിൽ കഴിഞ്ഞ നമ്മൾ നടത്തിയിട്ടുള്ള വർക്ക്ഷോപ്പിൽ ഒരുപാട് പാരന്റ്സ് അവരുടെ അനുഭവങ്ങൾ, കാരണം അതുവരെ അവർ വിചാരിച്ചത് ഇങ്ങനെ നമ്മൾ പാരമ്പര്യമായി ചെയ്തു പോയാൽ മതി. പക്ഷെ മൈന്യൂട്ട് ആയിട്ടുള്ള ഓരോരുത്തരുടെ ജീവിത അനുഭവങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ ചിന്തകളിൽ മാറ്റം വരുമ്പോൾ അറിവാണല്ലോ മാറ്റം ഉണ്ടാക്കുന്നത്. അപ്പൊ അവർ അതിനനുസരിച്ച് പെരുമാറുമ്പോൾ കുട്ടികളിൽ വന്ന മാറ്റങ്ങളെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് നമുക്ക് വലിയ സന്തോഷം ഉണ്ടാക്കിയ കാര്യമായിരുന്നു. കഴിഞ്ഞ വർക്ക്ഷോപ്പിലൊക്കെ അങ്ങനെ പലപ്പോഴും നമുക്ക് എന്ത് ചെയ്തു, അങ്ങനെ ഒരു ഫീഡ്ബാക്ക് കിട്ടിയപ്പോഴാണ് ഇത് നമ്മൾ കേവലം ഒരു പ്രവർത്തനമല്ല, ഇതൊരു സാമൂഹിക ഉദ്ധാരണമാണ്. ഇത് ഒരു സോഷ്യൽ പിന്നെ എന്താ പറയാ, ഒരു നവോത്ഥാനം, പാരന്റ്സിന്റെ അടുത്തുള്ള ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് ആ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ള ഒരു ഭാഗം കൂടിയാണ് നമ്മൾ ഈ സ്കിൽ ക്രാഡിൽ വർക്ക്ഷോപ്പിലൂടെ ഉണ്ടാക്കുന്നത്. അതുവഴി ഒരു സമൂഹമാണ് നന്നാവുന്നത്, നമ്മുടെ മക്കളാണ് മാറുന്നത്. ഈ നാടിനും സമൂഹത്തിനും ഗുണം ചെയ്യുന്ന നല്ല ക്വാളിറ്റിയുള്ള മക്കളെ രൂപപ്പെടുത്താൻ നമ്മളിലും മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് ഇതിന്റെ കൂടി ലക്ഷ്യമായിട്ടുള്ളത്. കുറഞ്ഞ അഡ്മിഷനാണ്, അഡ്മിഷൻ സൗകര്യങ്ങളും നമുക്ക് ഉണ്ടാവും. ഒരു നിശ്ചിത ആളുകളെയാണ് നമ്മൾ ഉൾക്കൊള്ളിക്കുക. കുറേ ആളുകളെ വെച്ചിട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു വളരെ പരിമിതമായിട്ടുള്ള ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. എന്നിട്ടാണ് നമ്മൾ ക്ലാസ്സും കാര്യങ്ങളും കൊടുക്കുക. അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, എന്നിട്ട് അഡ്മിഷൻ എടുക്കാം. ഇതിപ്പോ മൂന്നാമത്തെ ആണ് നമ്മുടെ ഈ വർക്ക്ഷോപ്പ് നടത്തുന്നത്. ഇതിൽ നിങ്ങൾ ആരാണ് താല്പര്യം ജോയിൻ ചെയ്യാം. ഗ്രൂപ്പിൽ വിശദ വിവരങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുന്നതാണ്. ഇതുവരെ നിങ്ങൾ കേട്ട എല്ലാവർക്കും പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.